ഹലോ എവരി വൺ, വെൽക്കം ടു ബിഗ് ലേണിംഗ്. UGC നെറ്റ് ജൂൺ എക്സാമിനേഷന് വേണ്ടി തയ്യാറാക്കുന്ന എല്ലാവർക്കും ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് PYQs ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഇത്രയും സിഗ്നിഫിക്കൻസ് വരുന്നത്? ബിക്കോസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപടി തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ ഏരിയാസ് ഡെഫിനറ്റ്ലി റിപ്പീറ്റ് ചെയ്യും. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഏതാണോ ആ റിലേറ്റഡ് ഏരിയയിൽ നിന്നും മറ്റൊരു ചോദ്യം നിങ്ങളുടെ എക്സാമിനേഷനിൽ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് ഒരു ഏരിയയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ റീസണിങ് ഏരിയയിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയാസ് ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദി പ്രോഡക്റ്റ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 6. Therefore 3 into 4 into 5 is equal to 60 is divisible by 6. Which type of reasoning is embodied here? അപ്പോൾ ടൈപ്സ് ഓഫ് റീസണിങ്ങിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു 3 കോൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എപ്പോഴും 6 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 into 4 into 5 60 എന്നതും 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇത് ഏത് ടൈപ്പ് ഓഫ് റീസണിങ് ആണ്? സോ പ്രധാനമായിട്ടും റീസണിങ് നമ്മൾ ബ്രോഡ്ലി 2 ടൈപ്പിലേക്കാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. വൺ ഈസ് ഡിഡക്റ്റീവ് റീസണിങ്, സെക്കൻഡ് വൺ ഈസ് ഇൻഡക്റ്റീവ് റീസണിങ്. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് എത്തുവാണെങ്കിൽ അതിനെയാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഐ ഷോ യു വൺ എക്സാമ്പിൾ. ഡിഡക്റ്റീവ് റീസണിങ്: ഓൾ മെൻ ആർ മോർട്ടൽ, എല്ലാ മെന്നും മോർട്ടലാണെന്ന് പറയുന്നു. അതിനുശേഷം സോക്രട്ടീസ് ഒരു മനുഷ്യനാണെങ്കിൽ സോക്രട്ടീസും മോർട്ടലാണ്. സോ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ദെയർ. എല്ലാ മെന്നും മോർട്ടലാണെന്ന് പറഞ്ഞൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻഡിവിജ്വലിനെ എടുക്കുന്നു, അദ്ദേഹവും മോർട്ടലാണെന്ന് പറയുന്നു. ദിസ് ടൈപ്പ് ഓഫ് റീസണിങ് ഈസ് കോൾഡ് ഡിഡക്റ്റീവ് റീസണിങ്. സോ ഒന്നാമത്തെ ടൈപ്പ് അതാണ്. ഡിഡക്റ്റീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കിൽ നിന്നും ജനറലൈസ് ചെയ്യുന്നതാണ് ഇൻഡക്റ്റീവ്. നമ്മളൊരു സാമ്പിൾ എടുത്തിട്ട് സാമ്പിളിൻ്റെ ഫീച്ചേഴ്സ് പോപ്പുലേഷനിലും ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ ഹാവ് സീൻ 1000 swans. 1000 അരയന്നങ്ങളെ ഞാൻ കണ്ടു. ഓൾ ഓഫ് ദം ഹാവ് ബീൻ വൈറ്റ്. ഞാൻ ഈ കണ്ട 1000 അരയന്നങ്ങൾ വൈറ്റ് ആയിരുന്നു. അപ്പോൾ ആ സാമ്പിളിനെ വെച്ചുകൊണ്ട് നമ്മൾ പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്യുകയാണ്. സോ ലോകത്തുള്ള എല്ലാ അരയന്നങ്ങളും വൈറ്റ് ആണ് എന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. സോ ഡിഡ് യു ഗോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്? ഇൻഡക്റ്റീവ് എന്താണ്? ഒരു സാമ്പിളിൽ നിന്നും ജനറലൈസ് ചെയ്യുന്നതാണ് ഇൻഡക്റ്റീവ്. ഡിഡക്റ്റീവ് എന്താണ്? ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് വരുന്നതിനെയാണ് ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ അബ്ഡക്റ്റീവ്, ഹൈപ്പോത്തിക്കോ ഡിഡക്റ്റീവ് എന്ന് പറയുന്ന പോലുള്ള മറ്റ് ടൈപ്സ് ഓഫ് റീസണിങ് ഉണ്ട്. ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു അസംഷൻ, ഒരു ടെൻറ്റേറ്റീവ് കൺക്ലൂഷൻ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അബ്ഡക്റ്റീവ് ഓർ ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. പുറത്തൊരു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ കാണുന്നത് നമ്മുടെ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അകത്തുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു. എന്ത് നമുക്ക് അസ്യൂം ചെയ്യാം? ഒരു ബ്രേക്കിംഗ് ഹാപ്പൻ ചെയ്തിട്ടുണ്ട്, ആരോ നമ്മുടെ വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് എന്ന് അസ്യൂം ചെയ്യാം. ഇതാണ് നമ്മൾ ആ സെറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും, ആ ഒരു സിറ്റുവേഷൻ വെച്ചുകൊണ്ട് ഉള്ള ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു അസംഷൻ. അതാണ് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് വരുന്നത്. അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് ഒരു ഒബ്സർവേഷൻ നടത്തിക്കൊണ്ട്, അബ്ഡക്റ്റീവ് റീസണിങ് നടത്തിക്കൊണ്ട് കൺക്ലൂഷനിലേക്ക് പോകുന്നതിനെയാണ് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും കൺക്ലൂഷനിലേക്ക് പോകുന്നതാണ് അബ്ഡക്റ്റീവ്. സോ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നോക്കുക, 3 ടൈപ്പ് ഓഫ് റീസണിങ് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണെന്ന്. ഒന്ന് ഡിഡക്റ്റീവ് ആണ്, ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് വരുവാണെങ്കിൽ അത് ഡിഡക്റ്റീവ് ആണ്. ദെൻ സ്പെസിഫിക്കിൽ നിന്നും ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡക്റ്റീവ് ആണ്. ആൻഡ് അബ്ഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും നമ്മൾ കൺക്ലൂഷനിലേക്ക് പോകുന്നതാണ് അബ്ഡക്റ്റീവ്. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദി പ്രോഡക്റ്റ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 6. 3 കോൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ്, അതിൻ്റെ പ്രോഡക്റ്റ് ഈസ് ഡിവിസിബിൾ ബൈ 6. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്കൊരു സ്പെസിഫിക് കേസ് പറഞ്ഞിരിക്കുകയാണ്. അതായത് 3 into 4 into 5 is 60. ദാറ്റ് ഈസ് അഗെയിൻ ഡിവിസിബിൾ ബൈ 6. സോ ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ടാണ് നമ്മളോട് ആ ചോദ്യം ചോദിച്ചിരുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: സം സ്റ്റുഡൻസ് ആർ സിൻസിയർ
ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് പ്രപ്പോസിഷൻ? സോ 4 തരത്തിലുള്ള പ്രപ്പോസിഷൻസ് ആണുള്ളത്. അതായത് പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഓൾ മെൻ ആർ മോർട്ടൽ, ഇതൊരു പ്രപ്പോസിഷനാണ്. കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയാം. 2 കാറ്റഗറികൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ അതിനെ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയും. ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ്, ഓൾ ഡോഗ്സ് ആർ മാമൽസ്, ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഒരു കാറ്റഗറി. ഇപ്പോൾ ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ കാറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയെ ഡോഗ്സ് എന്ന് പറയുന്ന കാറ്റഗറിയുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണ് വിത്തൗട്ട് എനി കണ്ടീഷൻ. അങ്ങനെ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് എന്ന് പറയും. കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് 4 തരത്തിലുള്ളതാണ്. 4 തരത്തിലാണുള്ളത്. ഒന്നാമതായിട്ട് യൂണിവേഴ്സൽ അഫർമേറ്റീവ്, ദെൻ യൂണിവേഴ്സൽ നെഗറ്റീവ്, പെർട്ടിക്കുലർ അഫർമേറ്റീവ്, പെർട്ടിക്കുലർ നെഗറ്റീവ്. എന്താണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് നോക്കാം. യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ് എന്നാണെങ്കിൽ അതിനെ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. കണ്ടല്ലോ, എല്ലാ പൊളിറ്റീഷ്യൻസും ലയേഴ്സ് ആണ്. സബ്ജക്റ്റ് കാറ്റഗറി, ആദ്യത്തെ ടേമിനെ സബ്ജക്റ്റ് എന്നും രണ്ടാമത്തെ കാറ്റഗറിയെ പ്രെഡിക്കേറ്റ് എന്ന് പറയും. സബ്ജക്റ്റ് കാറ്റഗറിയിലെ എല്ലാ മെമ്പേഴ്സും പ്രെഡിക്കേറ്റ് കാറ്റഗറിയിൽ വരുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതാണ് എന്ത്? യൂണിവേഴ്സൽ അഫർമേറ്റീവ് ഓർ എ ടൈപ്പ്. ഓക്കെ, എ ടൈപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത്, യൂണിവേഴ്സൽ അഫർമേറ്റീവ്. രണ്ടാമത്തത് നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, നോ സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് കാറ്റഗറിയിലെ ഒരു മെമ്പറും പ്രെഡിക്കേറ്റ് കാറ്റഗറിയിൽ വരുന്നില്ല എന്നാണെങ്കിലോ അതിനെയാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയുന്നത്. അതിനെ ഇ ടൈപ്പ് പ്രപ്പോസിഷൻ എന്ന് പറയും, ഇ ടൈപ്പ്. ഓക്കെ, സോ സബ്ജക്റ്റ് കാറ്റഗറിയിലെ ഒരു മെമ്പറും പ്രെഡിക്കേറ്റ് കാറ്റഗറിയിൽ വരുന്നില്ല എന്നാണെങ്കിൽ അത് ഇ ടൈപ്പ് പ്രപ്പോസിഷൻ ആണ്. സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, സം സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റിലെ ചില മെമ്പേഴ്സ് പ്രെഡിക്കേറ്റ് കാറ്റഗറിയിൽ വരുന്നുണ്ട്. സം സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്, സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, സം ഡോഗ്സ് ആർ കാറ്റ്സ്. ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ അതിനെ പെർട്ടിക്കുലർ അഫർമേറ്റീവ് ഓർ പെർട്ടിക്കുലർ പോസിറ്റീവ് എന്ന് വിളിക്കാം. ഇനി അവസാനമായിട്ട് സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്, സബ്ജക്റ്റ് കാറ്റഗറിയിലെ ചില മെമ്പേഴ്സ് പ്രെഡിക്കേറ്റ് കാറ്റഗറിയിൽ വരുന്നില്ല എന്നാണെങ്കിൽ അതിനെയാണ് പെർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓ ടൈപ്പ് പ്രപ്പോസിഷൻ എന്ന് പറയും, ഓ ടൈപ്പ്. സോ സം പർട്ടിക്കുലർ അഫർമേറ്റീവ് ആണെങ്കിൽ ഐ ടൈപ്പ്, പെർട്ടിക്കുലർ നെഗറ്റീവ് ആണെങ്കിൽ ഓ ടൈപ്പ്. സം സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ്, സബ്ജക്റ്റ് കാറ്റഗറിയിലെ ചില മെമ്പേഴ്സ് പ്രെഡിക്കേറ്റ് കാറ്റഗറിയിൽ വരുന്നില്ല എന്താണെങ്കിലാണ് പെർട്ടിക്കുലർ നെഗറ്റീവ് വരുന്നത്. സോ 4 തരത്തിലുള്ള പ്രപ്പോസിഷൻസും ഫെമിലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മളോട് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സം സ്റ്റുഡൻസ് ആർ സിൻസിയർ is an example of which type of preposition? Some students, some subject are predicate. കണ്ടല്ലോ, സബ്ജക്റ്റ് കാറ്റഗറിയിലെ ചില മെമ്പേഴ്സ് പ്രെഡിക്കേറ്റ് കാറ്റഗറിയിൽ വരുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? പെർട്ടിക്കുലർ അഫർമേറ്റീവ് ഐ ടൈപ്പ്, ഐ ടൈപ്പ് പ്രപ്പോസിഷൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ 4 തരത്തിലുള്ള പ്രപ്പോസിഷൻസും ഫെമിലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അവിടെ നമ്മൾ നേരെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സോ ദിസ് ഇസ് ദി ലേ ഔട്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ലേ ഔട്ട് ഇതാണ്. എ ടൈപ്പ് ആണെങ്കിൽ എങ്ങനെ വരും? ഓൾ സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ് എന്ന് വരും. ഇ ടൈപ്പ് ആണെങ്കിൽ നോ സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്, നോ ഓൾ സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ് എന്ന് വരും. രണ്ടും ഒന്ന് തന്നെയാണ്. സബ്ജക്റ്റ് കാറ്റഗറിയിൽ ഒരു മെമ്പറും പ്രെഡിക്കേറ്റ് കാറ്റഗറിയിൽ വരുന്നില്ല, അതാണ് ഇ ടൈപ്പ്. ദെൻ ഐ ടൈപ്പ് ആണെങ്കിൽ സം സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ് എന്ന് വരും. ഓ ടൈപ്പ് ആണെങ്കിൽ സം സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ് എന്ന് വരും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓൾ ടൈഗേഴ്സ് ആർ ആനിമൽസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് പ്രപ്പോസിഷൻ? ഓൾ ടൈഗേഴ്സ് ആർ ആനിമൽസ്, ഓൾ സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് കാറ്റഗറിയിലെ എല്ലാ മെമ്പേഴ്സും പ്രെഡിക്കേറ്റ് കാറ്റഗറിയിൽ വരുന്നുണ്ട് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് പ്രപ്പോസിഷനാണ്? ഇതിനെയാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ഓർ യൂണിവേഴ്സൽ പോസിറ്റീവ് എന്ന് പറയുന്നത്, എ ടൈപ്പ് പ്രപ്പോസിഷൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ നമ്മൾ ആ പ്രപ്പോസിഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി പ്രപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ടോപ്പിക് ഏരിയയാണ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയും. ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ, അതിൽ നിന്നുമാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. All students cleared their examination and few students did not clear the examination. 2 സ്റ്റേറ്റ്മെൻറ്റുകൾ. ഓൾ സ്റ്റുഡൻസ് ക്ലിയർ ദിയർ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പാണ്? എ ടൈപ്പാണ്, റൈറ്റ്? യൂണിവേഴ്സൽ അഫർമേറ്റീവ്. ഫ്യൂ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ക്ലിയർ ദി എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അത് ഓ ടൈപ്പാണ്, പെർട്ടിക്കുലർ നെഗറ്റീവ്. സോ യൂണിവേഴ്സൽ അഫർമേറ്റീവും പെർട്ടിക്കുലർ നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ക്ലാസിക്കൽ സ്ക്വയർ ഓപ്പോസിഷൻ ഈസ്. എന്താണ് ക്ലാസിക്കൽ സ്ക്വയർ ഓപ്പോസിഷൻ എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ആവശ്യമാണ്. ക്ലാസിക്കൽ സ്ക്വയർ ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദി ഇമ്മീഡിയറ്റ് ഇൻഫറൻസ്. നമുക്ക് 2 പ്രപ്പോസിഷൻസ് വരുവാണ്.
സബ്ജക്റ്റ് ടേമും പ്രെഡിക്കേറ്റ് ടേമും ഒന്നായിട്ടുള്ള രണ്ട് പ്രപ്പോസിഷൻസ് വരുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഇമ്മീഡിയറ്റ് ഇൻഫറൻസുകളെയാണ് നമ്മൾ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ കൊണ്ട് കാണിക്കുന്നത്. അതായത് 4 തരത്തിലുള്ള റിലേഷനാണ് അതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം എ ടൈപ്പ് ഈസ് ദെയർ, കണ്ടോ, എ ടൈപ്പ് ഓൾ എസ് ആർ പി ഓർ എവരി എസ് ആർ പി, ദെൻ നോ എസ് ആർ പി നോ സബ്ജക്റ്റ് ഈസ് പി എന്ന് പറയുന്നത് ഇ ടൈപ്പ്, ഐ ടൈപ്പ് സം സബ്ജക്റ്റ് ഈസ് പി, ഓ ടൈപ്പ് സം സബ്ജക്റ്റ് ഈസ് നോട്ട് പി. സോ ഈ നാല് പ്രപ്പോസിഷൻ ടൈപ്പ് വെച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻഫറൻസുകൾ, അതായത് എയും ഇയും ഒരുമിച്ച് വന്നാൽ അതിനെ കോൺട്രറി എന്ന് വിളിക്കും. എയും ഇയും ഒരുമിച്ച് വന്നാൽ അത് കോൺട്രറി ആണ്. എയും ഐയും ഒരുമിച്ച് വന്നാൽ അത് സബോൾട്ടർനേഷൻ ആണ്. അതേപോലെ തന്നെ ഇയും ഓയും ഒരുമിച്ച് വന്നാൽ അതും സബോൾട്ടർനേഷൻ ആണ്. ദെൻ ഐയും ഓയും ഒരുമിച്ച് വരികയാണെങ്കിൽ അത് സബ് കോൺട്രറി ആണ്. അതേപോലെ എയും ഓയും അല്ലെങ്കിൽ ഇയും ഐയും ഒരുമിച്ച് വന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? കോൺട്രാഡിക്റ്ററീസ് എന്നും വിളിക്കും. ഓക്കെ, ഇതിനെല്ലാത്തിനും മീനിങ് ഉണ്ട്. അതായത് ഇഫ് വി ടേക്ക് കോൺട്രാഡിക്റ്ററി എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ഒപ്പോസിഷനാണ്? ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ഒ. എക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞ്, ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഓക്കെ, ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എക്ക് എക്സാമ്പിൾ ആണ്. ദെൻ ഒയ്ക്ക് എക്സാമ്പിൾ ആണ് സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്. ഓക്കെ, അതായത് ആ എ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എല്ലാ പൊളിറ്റീഷ്യൻസും കള്ളന്മാരാണ്, നുണയന്മാരാണെന്ന് പറഞ്ഞു. ദെൻ ഓ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കുറച്ച് പൊളിറ്റീഷ്യൻസ് നുണയന്മാരല്ലെന്നാണ് പറയുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് ട്രൂ ആവുകയോ ഒരുമിച്ച് ഫോൾസ് ആവുകയില്ല. അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് കോൺട്രാഡിക്റ്ററി എന്ന് പറയുന്നത്. ഒരുമിച്ച് ട്രൂ ആവില്ല, അതേപോലെ ഒരുമിച്ച് ഫോൾസും ആവില്ല. ഓക്കെ, രണ്ടും ഒരുമിച്ച് ശരിയാകാനും പറ്റില്ല, രണ്ടും ഒരുമിച്ച് തെറ്റാനും പറ്റില്ല. അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കോൺട്രാഡിക്റ്ററിയിൽ വരുന്നത്. രണ്ടാമത്തെ കോൺട്രറി ആണ്. കോൺട്രറി എന്ന് പറഞ്ഞാൽ റിലേഷൻ ഈസ് ബിറ്റ്വീൻ ടു യൂണിവേഴ്സൽസ്. അതായത് എ ടൈപ്പിന് എക്സാമ്പിൾ ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സും ഇ ടൈപ്പിന് എക്സാമ്പിൾ നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സും, ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ അതിനെയാണ് കോൺട്രറി എന്ന് പറയുന്നത്. അതായത് എ ടൈപ്പ് ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, എല്ലാവരും നുണയന്മാരാണ്. ഇ ടൈപ്പ് നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, ആരും നുണയന്മാരല്ല. രണ്ടും ഒരുമിച്ച് നിലനിൽക്കൂ? രണ്ടും ഒരുമിച്ച് നിലനിൽക്കില്ല. ട്രൂ വാല്യൂ ഇസ് നോട്ട് ദെയർ. പക്ഷേ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാം. ഫോൾസ് വാല്യൂ ഈസ് ദെയർ. അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നില്ല, ജസ്റ്റ് കൺസെപ്റ്റ് ഓർക്കുക. രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാം, രണ്ടും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റില്ല. ഫോൾസ് ആകാൻ പറ്റുമെന്ന് പറയാനുള്ള കാരണം യൂണിവേഴ്സൽ ഫോൾസ് ആയി കഴിഞ്ഞാൽ കിട്ടുന്നത് പർട്ടിക്കുലർ ആണ്. സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്നും സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് എന്നും കിട്ടും. കുറച്ച് പേര് കള്ളന്മാരാണ്, കുറച്ച് പേര് കള്ളന്മാരല്ല. അതൊരുമിച്ച് നിലനിൽക്കും. അതാണ് ഫോൾസ് ആകാം എന്നാൽ ട്രൂ ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് കോൺട്രറി. ഇതിനടുത്ത് സബ് കോൺട്രറി ആണ്. സബ് കോൺട്രറി എന്ന് പറഞ്ഞാൽ ഐയും ഓയും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ സബ് കോൺട്രറി എന്ന് പറയുന്നത്. അതായത് പെർട്ടിക്കുലേഴ്സ് തമ്മിലുള്ള റിലേഷൻ. കുറച്ച് പൊളിറ്റീഷ്യൻസ് കള്ളന്മാരാണ്, കുറച്ച് പൊളിറ്റീഷ്യൻസ് കള്ളന്മാരല്ല. അപ്പോൾ രണ്ടും ഒരുമിച്ച് നിലനിൽക്കാം. അതായത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുമിച്ച് ട്രൂ ആകാം, പക്ഷേ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റില്ല. ഓക്കെ, രണ്ടും ഒരുമിച്ച് നിലനിൽക്കും. എന്നാൽ അത് ഫെയിലായി കഴിഞ്ഞാൽ, ഫോൾസ് ആയാൽ, ഇപ്പോൾ ഓൾ സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്നുള്ള തെറ്റിക്കഴിഞ്ഞാൽ അർത്ഥം ഓൾ ആർ നോട്ട് ലയേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏതെങ്കിലും ഫെയിലായി കഴിഞ്ഞാൽ കിട്ടുന്നത് യൂണിവേഴ്സലാണ്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് ഫോൾസ് ആവില്ല, എന്നാൽ രണ്ടും ഒരുമിച്ച് ട്രൂ ആകാം. അതിനെയാണ് സബ് കോൺട്രറി എന്ന് പറയുന്നത്. ഐയും ഓയുമാണ് വരുന്നതെന്ന് ഓർക്കുക. സബോൾട്ടർനേഷൻ ആണെങ്കിൽ യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലർ ട്രൂ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നതാണ് സബോൾട്ടർനേഷൻ. ഇപ്പോൾ യൂണിവേഴ്സൽ പറയുന്നത് ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറയുന്ന ഐ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ശരിയായിരിക്കും. എല്ലാ പൊളിറ്റീഷ്യൻസും കള്ളന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് പൊളിറ്റീഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ അവരും കള്ളന്മാരായിരിക്കും. അതാണ് അതിൻ്റെ മീനിങ്. എ ട്രൂ ആണെങ്കിൽ ഐ ട്രൂ ആയിരിക്കും, ഇ ട്രൂ ആണെങ്കിൽ ഓ ട്രൂ ആയിരിക്കും. ഇതാണ് സബോൾട്ടർനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റുകളാണ് വരുന്നത്. ആ കൺസെപ്റ്റുകളിൽ നിന്നും നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ഓൾ സ്റ്റുഡൻസ് ക്ലിയർ ദിയർ എക്സാമിനേഷൻ, അത് ഏത് ടൈപ്പാണ്? എ ടൈപ്പാണ്. അതേപോലെ ഫ്യൂ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ക്ലിയർ ദി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓ ടൈപ്പാണ്. അപ്പോൾ എയും ഓയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് എന്ത് റിലേഷനെ കാണിക്കുന്നു? എയും ഓയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കോൺട്രാഡിക്റ്ററീസ് എന്ന് പറയുന്നത്. എ ഒ ഇ ഐ ഇവ ഒരുമിച്ച് വരുമ്പോഴാണ് ഇത് കോൺട്രാഡിക്റ്ററി ആവുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് കോൺട്രാഡിക്റ്ററീസ്. ഓക്കെ, ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. സ്ഥിരമായിട്ടും ഇപ്പോൾ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും സിഗ്നിഫിക്കൻ്റ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആയിട്ട് അതിനെ കരുതുക. ഓക്കെ, അതിൽ നിന്നും അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രപ്പോസിഷൻസ് ബോത്ത്
ക്യാൻ ബി ട്രൂ സൈമൾട്ടേനിയസ്ലി ബട്ട് ബോത്ത് കാനോട്ട് ബി ഫോൾസ് സൈമൾട്ടേനിയസ്ലി. രണ്ടും ഒരുമിച്ച് ട്രൂ ആകും, പക്ഷേ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആവില്ല. അതേത് ടൈപ്പാണ്? നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സബ് കോൺട്രറി ആണെങ്കിൽ രണ്ടും ഒരുമിച്ച് ട്രൂ ആകും, സബ് കോൺട്രറി ആണെങ്കിൽ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആവില്ല. ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, റൈറ്റ്? ചോദിച്ചിരിക്കുന്നത് എന്താ? ബോത്ത് ക്യാൻ ബി ട്രൂ സൈമൾട്ടേനിയസ്ലി ബട്ട് ബോത്ത് കാനോട്ട് ബി ഫോൾസ് സൈമൾട്ടേനിയസ്ലി. രണ്ടും ഒരുമിച്ച് ട്രൂ ആകാം, പക്ഷേ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റില്ല. പെർട്ടിക്കുലർ തമ്മിലുള്ള റിലേഷൻ ആണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? സബ് കോൺട്രറി എന്ന് വിളിക്കും. ഐയും ഓയും ഒരുമിച്ച് വരുന്ന സാഹചര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളിന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടു. ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ടാണ്. പല ആളുകൾക്കും ഏറ്റവും ഡിഫിക്കൽട്ട് ആവുന്ന ഒരു സബ്ജക്റ്റാണ് ലോജിക്കൽ റീസണിങ്. എന്നാൽ കൃത്യമായിട്ടുള്ളൊരു പഠനത്തിലൂടെ നമുക്ക് വളരെ ഈസി ആക്കി മാറ്റാവുന്ന ഒരു ഏരിയ കൂടിയാണ് ലോജിക്കൽ റീസണിങ്. അപ്പോൾ UGC നെറ്റ് ജൂൺ എക്സാമിനേഷന് വേണ്ടിയുള്ള ഒരു വ്യക്തമായിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏണസ്റ്റ് അക്കാഡമിയുടെ ജൂൺ ബാച്ചിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. 2 വർഷത്തെ വാലിഡിറ്റിയോട് കൂടിയാണ് ജൂൺ ബാച്ച് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാം, കോൺടാക്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. ബൈ.